എവിടെയാണ്, നീ വീട്ടിലാണോ, ഇപ്പോൾ നിന്നെ കാണാൻ കഴിയുമോ, എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ. ഈ സെന്റൻസസിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നീ എവിടെയാണെന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നതല്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? വേർ ആർ യു എന്ന് ചോദിക്കാം. നീ എവിടെയാണ്? വേർ ആർ യു. എവിടെ എന്നുള്ളതിന് നമ്മൾ വേർ എന്നാണ് യൂസ് ചെയ്യുക. നീ എവിടെയാണ്? വേർ ആർ യു. നീ വീട്ടിലാണോ എന്നുള്ളതിന് എന്താ ചോദിക്കുക? ആർ യു അറ്റ് ഹോം എന്ന് ചോദിക്കാം. ആർ യു അറ്റ് ഹോം. നീ വീട്ടിലാണോ? ഇപ്പോൾ നിന്നെ കാണാൻ കഴിയുമോ എന്നുള്ളതിന് ക്യാൻ ഐ സീ യു നൗ എന്ന് ചോദിക്കാം. ക്യാൻ ഐ സീ യു. ക്യാൻ ഐ സീ യു. നിന്നെ കാണാൻ കഴിയുമോ? ഇപ്പോൾ എന്നുള്ളതിന് നൗ. ക്യാൻ ഐ സീ യു നൗ. എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ വാണ്ട് ടു ടോക്ക് ടു യു ഡിറക്ട്ലി അല്ലെങ്കിൽ ഐ വാണ്ട് ടു ടോക്ക് ടു യു ഇൻ പേഴ്സൺ എന്നും പറയാം. ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഐ വാണ്ട് വരാൻ കാരണം എനിക്ക് സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഐ വാണ്ട് ടു ടോക്ക് ടു യു. ടോക്ക് ടു യു ഇൻ പേഴ്സൺ. ഇൻ പേഴ്സണിന് പകരം നമുക്ക് ഐ വാണ്ട് ടു ടോക്ക് ടു യു ഡിറക്ട്ലിയും യൂസ് ചെയ്യാം. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. നീ തിരക്കിലാണോ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. ഓരോ സെൻറ്റൻസസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണെങ്കിലും സംസാരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്കും ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.